പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഓവറിയിൽ കണ്ടുവരുന്ന സിസ്റ്റുകൾ അഥവാ കുരുക്കളാണ്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ആർത്തവ ക്രമക്കേടാണ്. ഇതിൽ പ്രധാനമായി കണ്ടുവരുന്നത് ക്രമം തെറ്റി വരുന്ന ആർത്തവം, 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കലുണ്ടാവുന്ന ആർത്തവം വന്നാൽ തന്നെ ബ്ലീഡിംഗ് തീരെ കുറവായി വരിക, അല്ലെങ്കിൽ 3 മാസത്തിൽ വരുമ്പോൾ ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരിക. ഇതാണ് പ്രധാന ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മുഖക്കുരു, അമിതമായ രോമ വളർച്ച, അധികമായി കണ്ടുവരുന്ന ഹെയർ ലോസ് അഥവാ മുടി കൊഴിച്ചിൽ, കഴുത്തിന്റെ പുറകിൽ കാണുന്ന കറുപ്പ് നിറം, ഇവയൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ. മൂന്നാമതായി യങ്ങർ കപ്പിളിൽ കാണുന്ന വന്ധ്യത പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന്റെ മറ്റൊരു ലക്ഷണമാണ്. നാലാമതായി ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിതവണ്ണം, രക്താതിസമ്മർദ്ദം, ഇവയൊക്കെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ആണെന്ന് കൺഫേം ചെയ്യും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.